നമുക്ക് ഇനി നമ്മുടെ സ്റ്റുഡിയോ ഇരിക്കുന്ന കൊച്ചിയിലേക്ക് വരാം. കൊച്ചി കോർപ്പറേഷനിൽ ഇത്തവണ വാശിയേറിയ പോരാട്ടമാണ്. ഭരണം നിലനിർത്താൻ LDF പദ്ധതികൾ മെനയുമ്പോൾ കോർപ്പറേഷൻ തിരിച്ചുപിടിക്കാനാണ് UDFന്റെ ശ്രമം. UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല പ്രതിപക്ഷ നേതാവിന് തന്നെയാണ്. വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് വോട്ടുറപ്പിക്കാനാണ് LDFന്റെ നീക്കം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ അടക്കം എത്തിച്ച് വോട്ട് നേടാനാണ് BJPയുടെ ശ്രമം. BJPക്ക് പുറമെ 2020 മത്സര രംഗത്തുണ്ട്. അർജുൻ മട്ടന്നൂർ നമുക്കൊപ്പം ഉണ്ട്. അർജുൻ മട്ടന്നൂർ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാകും കൊച്ചിയിലെ കാര്യങ്ങൾ? ആരെടുക്കും കൊച്ചി? ഗുഡ് മോർണിംഗ് സുജയ. ഒരു കാലത്ത് UDFന്റെ ഉരുക്ക് കോട്ട എന്ന് വിശേഷിപ്പിച്ചിരുന്ന കോർപ്പറേഷനാണ് കൊച്ചി. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല. വാശിയേറിയ പോരാട്ടമാണ് കൊച്ചിയിൽ നടക്കുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ് LDF അട്ടിമറി വിജയമാണ് കൊച്ചിയിൽ നടത്തിയത്. ആകെയുള്ള 74 സീറ്റിൽ 34 സീറ്റുകളാണ് LDFനുള്ളത്. അതോടൊപ്പം തന്നെ 31 സീറ്റുകൾ UDFനുണ്ട്, 5 സീറ്റുകൾ BJPക്കുണ്ട്, 4 സ്വതന്ത്രന്മാരുമുണ്ട്. ഈ സ്വതന്ത്രന്മാരിൽ 3 പേർ ഇപ്പോൾ LDF പക്ഷത്താണ്. അതോടൊപ്പം തന്നെ ഒരു സ്വതന്ത്രൻ UDFന്റെ പക്ഷത്തുമാണ്. അതോടൊപ്പം തന്നെ UDFിലെ ചില പഠനപ്പിണക്കങ്ങൾ കാരണം ഒരു അംഗം മനസ്സുകൊണ്ട് ഇപ്പോൾ LDFന്റെ കൂടെയാണ് എന്തും അംഗങ്ങൾ പരസ്യമായി തന്നെ പറയുന്നുണ്ട്. അത്തരത്തിൽ വളരെ സങ്കീർണമാണ് ഇപ്പോൾ നിലവിലെ കൊച്ചിയിലെ സാഹചര്യം. എന്തായാലും ഈ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുകൊണ്ട് മണ്ഡലം കോർപ്പറേഷൻ നിലനിർത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് LDF ഉള്ളത്. അതിൽ പ്രധാനമായും ഈ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഏറെക്കാലമായി പ്രതിസന്ധിയിലായിരുന്ന പ്ലാന്റിന്റെ നവീകരണം, അതോടൊപ്പം തന്നെ കൊച്ചി കോർപ്പറേഷന്റെ പുതിയ ആസ്ഥാനം, പുതിയ മാർക്കറ്റ് സമുച്ചയം, തുരുത്തി ഫ്ളാറ്റ് തുടങ്ങിയ പദ്ധതികൾ, അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അടക്കമുള്ള പദ്ധതികളൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടിയാണ് LDF വോട്ട് പിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി P രാജീവ് അടക്കം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നുമുണ്ട്. അതേസമയം കോൺഗ്രസിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടം തന്നെയാണ്. പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് സ്വന്തം ജില്ലയിലെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോർപ്പറേഷൻ അത് ഇത്തവണ തിരിച്ചു പിടിക്കുക എന്നത് പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ്. അദ്ദേഹം പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന യോഗങ്ങളിലുമൊക്കെ തന്നെ സജീവമായി തന്നെ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല വീട് കയറിയുള്ള വോട്ട് പിടുത്തം, അതോടൊപ്പം തന്നെ വോട്ട് ചേർക്കൽ നടപടിയും ഇത്തവണ UDF നേരത്തെ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ ഒരു വനിതാ മേയറായിരിക്കും കൊച്ചിക്ക് വരിക എന്ന കാര്യം ഉറപ്പാണ്. അത്തരത്തിലുള്ള ചർച്ചകളും സജീവമാണ്. അതോടൊപ്പം തന്നെ BJPയും ശക്തമായ പോരാട്ടവുമായി രംഗത്തുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ തന്നെ നേരിട്ട് പരമാവധി ഇടങ്ങളിൽ എത്തിച്ചുകൊണ്ട് വോട്ടുറപ്പിക്കുക, പരമാവധി വോട്ട് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ BJPക്കുള്ളത്. അതേസമയം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ V4 കൊച്ചി എന്ന ഒരു പുതിയ പാർട്ടിയുടെ സാന്നിധ്യമായിരുന്നു UDFന് തിരിച്ചടിയായത്. വിജയിക്കാൻ സാധ്യതയുള്ള പല ഡിവിഷനുകളിലും V4 കൊച്ചി വോട്ട് പിടിച്ചത് UDFന് വലിയ തിരിച്ചടിയാവുകയും പല ഡിവിഷനുകളും കൈവിട്ടു പോകുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇത്തവണ V4 കൊച്ചി മത്സര രംഗത്തില്ല. പക്ഷേ അതേസമയം 2020 ഇത്തവണ കൊച്ചി കോർപ്പറേഷൻ മത്സരിക്കുന്നത്, അതായത് ഒരു സ്പോയിലറായി ആര് മാറും, അത് ആരുടെ വോട്ട് ചോർത്തും എന്നുള്ളതാണ്. ഇത്തവണ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും കോഴിക്കോട് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം നമ്മൾ കാണാൻ പോവുകയാണ്.